വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തമിഴ് മക്കളുടെ മക്കൾ സെൽവൻ. ഒരുപാട് അഭിനേതാക്കളുണ്ട് തമിഴിൽ. പക്ഷേ വിജയ് സേതുപതിയോട് വല്ലാത്തൊരു ഇഷ്ടമാണ് തമിഴ് മക്കൾക്ക്. അതുകൂടാതെ മലയാളികൾക്കായാലും വല്ലാത്തൊരു അടുപ്പമുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിൾസിറ്റി തന്നെയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു പച്ച മനുഷ്യനാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉദാത്തമായ ഉദാഹരണമാണ് വിജയ് സേതുപതി. വിജയ് സേതുപതി സാധാരണക്കാർക്കിടയിൽ നിന്ന് വന്ന ഒരു അഭിനേതാവാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ എല്ലാ ഭാവവും എല്ലാ ജീവിത ശൈലിയും വിജയ് സേതുപതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മക്കൾ സെൽവൻ എന്നുള്ള പേര് തമിഴ് മക്കൾ അറിഞ്ഞുകൊണ്ട് വിജയ് സേതുപതിക്ക് നൽകിയത്. ഇപ്പോഴും തമിഴ് മക്കളുടെ ഇഷ്ടതാരമാണ് വിജയ് സേതുപതി. ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് കടന്നു വരാനുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി. അതായത് വിജയ് സേതുപതി ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോകവേ ഒരാൾ, അതായത് നീളമുള്ള ഒരു മനുഷ്യൻ പിന്നിൽ നിന്ന് ഓടി വന്ന് വിജയ് സേതുപതിയെ ചവിട്ടുന്നതാണ് ദൃശ്യം. ചവിട്ടുകൊണ്ട വിജയ് സേതുപതി മുന്നിലേക്ക് പോകുന്നതും നമുക്ക് ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളൊക്കെ ഞെട്ടി. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളിൽ ഒരാളായിട്ടുള്ള വിജയ് സേതുപതിയെ ആരാണ് ഇങ്ങനെ ചവിട്ടിയത്, എന്തിനാണ് ചവിട്ടിയത്, എന്താണ് സംഭവം, ഇതൊക്കെ വലിയ രീതിയിൽ ആ വീഡിയോ വൈറലായതിനു ശേഷം ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഇതേ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് വിജയ് സേതുപതിയുടെ കൂടെയുള്ള ആളുകൾ ഇയാളെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തർക്കത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ആ വീഡിയോക്കകത്തുണ്ട്. എന്താണ് വിജയ് സേതുപതിയെ ഇങ്ങനെ ചവിട്ടാനുള്ള കാരണം എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നീടാണ് ഉത്തരം ലഭിച്ചത്. ഉത്തരം ലഭിച്ചപ്പോൾ മലയാളികൾ ഞെട്ടിപ്പോയി. എന്തിനാണ് മലയാളികൾ ഞെട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് സേതുപതിയെ ചവിട്ടിയ ഇയാൾ ഒരു മലയാളിയാണ്. പേര് ജോൺസൺ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നു ഇയാൾ ക്രിസംഗിയാണോ എന്ന്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആളിനെ സാധിക്കുകയുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തിനാണ് വിജയ് സേതുപതിയെ ചവിട്ടിയത് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്നാൽ ചിലയിടങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരു ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇങ്ങനെ ഒരു ചവിട്ടിന് പിന്നിലുള്ള കാരണം എന്നുള്ളതാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ സാഹചര്യമില്ല. ഒരാള് ഒരു സെലിബ്രിറ്റി ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ അതൊക്കെ ഒരു വലിയ വൈരാഗ്യമായിട്ട് മാറുക, ഇങ്ങനെയുള്ള ഒരു ചവിട്ടിലേക്ക്, അതായത് ഇങ്ങനെ ഒരു ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വേദനയായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഏറെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു തമിഴ്നാടനെ ചവിട്ടിയത് ഒരു മലയാളിയാണ് എന്നറിഞ്ഞപ്പോഴാണ് മലയാളികൾ ഞെട്ടിപ്പോയത്. ബംഗളൂരിൽ താമസിക്കുന്ന മലയാളിയായ ജോൺസൺ ആണ് ഇങ്ങനെ ചെയ്തത് എന്നറിയുമ്പോൾ വല്ലാതെ ദുഃഖിക്കുകയാണ് മലയാളികൾ. കാരണം തമിഴ്നാട്ടിൽ മലയാളികൾക്ക് നല്ല ഒരു വിലയുണ്ട്. മലയാളി ആക്ടർമാർക്കായാലും അതുപോലെ തന്നെ പൊതുവെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളെയും വലിയ ബഹുമാനത്തോടു കൂടിയാണ് തമിഴ് മക്കൾ കാണുന്നുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ഒരു മലയാളി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ വികാരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്. തമിഴ് മക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നടനാണ്. ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം തമിഴ് മക്കൾ വല്ലാത്തൊരു വൈകാരികമായിട്ടാണ് ഈ വീഡിയോക്കെതിരെ സംസാരിക്കുന്നുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. ഇയാൾക്കെതിരെ മൊഴി നൽകാനോ അല്ലെങ്കിൽ ഒരു പരാതി നൽകാനോ നല്ലവനായ ഒരു അഭിനേതാവായിട്ടുള്ള വിജയ് സേതുപതി തയ്യാറായില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ്. പക്ഷേ ആ നല്ല മനസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇയാൾക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മലയാളികൾക്ക് ഈ മനുഷ്യൻ നാണക്കേടാണ്. ഇയാൾ വലിയ തോതിൽ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.